അപ്പോൾ നാളെ നമുക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാനുള്ള പ്രകസനങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഉണ്ണിയുടെ കസിൻ്റെ ഒരു എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേഷ്യൽ ഹെയർസൊക്കെ കളഞ്ഞ് ഓയിൽ മസാജൊക്കെ കൊടുത്ത് ത്രെഡൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഹെയറിൽ ഞാൻ ഹെയർ വാഷൊക്കെ ചെയ്ത് ഷാമ്പു വാഷൊക്കെ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ പിരിച്ച് കെട്ടി വെച്ചേക്കാണ്. കാര്യം ഞാൻ എപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി വെക്കും. കാര്യം വേവി ഹെയർ ആയതുകൊണ്ടിട്ട് ഇല്ലെങ്കിൽ പിറ്റേ ദിവസം പോകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കും. സോ ഇങ്ങനെ കെട്ടി വെച്ച് കഴിയുമ്പോൾ വലിയ ഇതുണ്ടാവാറില്ല. ഇങ്ങനെ നല്ലപോലെ നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത പോലെ ഇങ്ങനെ ഇരുന്നോളും. സോ ഞാൻ പിന്നെ അടുത്ത ഷീറ്റ് മാസ്ക് വെക്കാൻ പോകുമായിരുന്നു. ഞാൻ ആദ്യം ഇത് വെച്ചപ്പോഴേക്കും മീൻസ് ഈ ലിപ്പിൻ്റെ മുകളിൽ വരേണ്ട പോർഷൻ ഞാൻ താഴോട്ട് ആണ് ആക്കി വെച്ചത്. കാര്യം ഞാൻ അപ്പോൾ വെച്ചപ്പോഴേക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛൻ സിനിമ കാണുന്നതിൻ്റെ സൗണ്ട് ഉണ്ടാകും. അങ്ങനെ ഞാൻ ആ ഷീറ്റ് മാസ്കൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ട് ആദ്യം വെച്ചിരുന്നത്. പിന്നെ ഒരു ജെൻറ്റൽ മസാജൊക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ എൻ്റെ മുഖം ഈ ക്യാമറയിൽ തന്നെ കണ്ടിട്ട് ഒരു സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചിരി വന്നിട്ട്. കാര്യം ചിരിക്കുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ആ സാധനം കൂടി മൂക്കിൻ്റെ ഉള്ളിലോട്ട് കയറി പോകണം പറഞ്ഞിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് താനെ ഇരുന്ന് ചിരിച്ച് കുറേ ഇതാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഉണ്ണി കയറി വന്നത്. എൻ്റെ ചിരിയും കേട്ടിട്ടാണ് ഉണ്ണി അങ്ങനെ അവിടെ നിന്ന് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ആയപ്പോഴേക്കും കുളിച്ച് സെറ്റായി റെഡിയായി ഇറങ്ങി. ഇപ്പോൾ ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പട്ടിയുടെ സൗണ്ട് കൂടെ ഉണ്ടാവും. എനിക്ക് അതിനോട് വാടച്ചിരിക്കുന്നു പറയാൻ പറ്റത്തില്ല. അതാണ് കാര്യം. അങ്ങനെ നമ്മളാണ് കേട്ടോ അവിടെ ആദ്യം ചെന്ന്. നമ്മളവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ നമ്മൾ പോസ്റ്റാക്കി ഇരുന്നായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ തിരിച്ചു വന്നപ്പോൾ ഒരു കോലായിട്ടുണ്ടായിരുന്നു.